എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കേഞ്ചി റോഡിലെ ചന്തക്കുന്ന് ഭാഗത്തെ ഗർത്തങ്ങൾ യാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഒന്ന് മനസ്സുവെച്ചാൽ അരമണിക്കൂർ കൊണ്ട് കുഴി രൂപപ്പെട്ട ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയും. മോട്ടോർ വാഹന വകുപ്പും പോലീസും ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണിത്. റോഡിന് നടുവിൽ കുഴി രൂപപ്പെട്ടതോടെ ഈ ഭാഗത്ത് വാഹനങ്ങൾക്ക് വളരെ സാവകാശം മാത്രമേ ഇതിലൂടെ കടന്നു പോകാൻ കഴിയൂ. അതിനാൽ തന്നെ ഈ ഭാഗത്ത് ഗതാഗത കുരുക്കും സർവ്വസാധാരണമാണ്. മുൻപ് ചന്തക്കുന്നിനും വെളിയം തോടിനുമിടയിൽ റോഡിലെ ഗർത്തത്തിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരണപ്പെട്ട സംഭവമുണ്ട്. റോഡിലൂടെ യാത്രക്കാർക്ക് അപകടമില്ലാതെ യാത്ര ചെയ്യാൻ അവസരം ഒരുക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയാണ്. റോഡ് നികുതി കൃത്യമായി പിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. റോഡിലെ ചെറുതും വലുതുമായ കുഴികളിൽ വീണ് യാത്രക്കാർ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നതിന് നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് റോഡിൽ കുഴികൾ ഉണ്ടായിട്ടുള്ള ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തണം. അന്തർ സംസ്ഥാന പാതയായ കേഞ്ചി റോഡിന്റെ ഈ ഭാഗത്തുകൂടി ഓരോ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. സ്ഥലം MLAയും നഗരസഭയുമെല്ലാം ഇക്കാര്യത്തിൽ ഇടപെട്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ അലംഭാവം മാറ്റേണ്ടതാണ്. അപകടമുണ്ടായ ശേഷമല്ല, അപകടം ഉണ്ടാവാതിരിക്കാനാണ് ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കേണ്ടത്. എ+ വിഷൻ, നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.